വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നോവൽ വിഭാഗത്തിൽ ഗോവർദ്ധനൻ്റെ യാത്രകൾ, ആരാച്ചാർ എന്നീ നോവലുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. HSST, UGC നെറ്റ്, സെറ്റ്, JRF, അതുപോലെ തന്നെ HSA തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും ഡിഗ്രി, MA തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് പോകാം. ഗോവർദ്ധനൻ്റെ യാത്രകൾ, ആനന്ദ്. ഇന്ത്യൻ അധികാര രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തുന്ന നോവലാണ് ആനന്ദിൻ്റെ ഗോവർദ്ധനൻ്റെ യാത്രകൾ. അനന്തമായ കാലത്തിൻ്റെ ആത്മവേദന കണ്ടെത്താനുള്ള യാത്രയിൽ കാരുണ്യത്തിൻ്റെയും സഹനത്തിൻ്റെയും മറക്കാനാവാത്ത അവസ്ഥകൾ പ്രതിഫലിപ്പിക്കുന്നു. കാലത്തെ മറികടക്കാനുള്ള ശ്രമത്തിൽ, വ്യക്തിയുടെ അന്തസ്സത്ത തേടിയുള്ള അന്വേഷണത്തിൽ മനുഷ്യൻ്റെ വിഹ്വലതകളും വിഭ്രാത്മകമായ വൈകാരിക തലങ്ങളും ആനന്ദ് ഈ നോവലിൽ വരച്ചുകാട്ടുന്നു. ജീവിതത്തിൻ്റെ ദുരൂഹതയുടെ ആഴം അളക്കുകയാണ് ഗോവർദ്ധനനും ഗലീലിയോയും മറ്റുള്ളവരും. സാധാരണ മനുഷ്യരുടെ നീതി അപഹരിക്കുന്ന പുതിയ കാലത്തിൻ്റെ അധികാരത്തിനെതിരെ ഈ നോവൽ വിരൽ ചൂണ്ടുന്നു. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എഴുതിയ അന്ധേർ നഗരി ചൗപ്പട് രാജ എന്ന ലഘു ഹാസ്യ നാടകത്തെ ആധാരമാക്കിയാണ് ആനന്ദ് ഗോവർദ്ധനൻ്റെ യാത്രകൾ എന്ന നോവൽ രചിക്കുന്നത്. അന്ധകാര നഗരത്തിലെ ചൗപ്പട് രാജാവ് നീതിബോധമില്ലാത്തവനാണ്. ഏത് കുറ്റത്തിനും ആർക്കും ഒരേയൊരു ശിക്ഷാവിധിയാണ്: കയറിൻ്റെ കുടുക്കിനിണങ്ങിയ തല, കുടുക്കിയുള്ള മരണശിക്ഷ. ചെറിയ കുറ്റത്തിനും വലിയ കുറ്റത്തിനും ശിക്ഷ ഇതുതന്നെ. അനീതിയുടെയും അയുക്തിയുടെയും ക്രൂരതയാണ് ഈ ശിക്ഷാവിധി. കല്ലുവിൻ്റെ മതിൽ വീണ് പരാതിക്കാരൻ്റെ ആട് ചത്തു. തുടർന്ന് അന്വേഷണമായി. ആട് ചത്തതിന് ആദ്യം മതിലിനെയും പിന്നെ കല്ലുവിനെയും കഴിവിലേറ്റാൻ തീരുമാനിക്കുന്നു. എന്നാൽ ശിക്ഷ അവരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മതിലു പണിഞ്ഞ ആശാരി, കുമ്മായം കൂട്ടിയ കുമ്മായക്കാരൻ, അയാൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ദിഷ്തിക്ക് വലിയ മാസ്ക് ഉണ്ടാക്കി കൊടുത്ത കസായിക്ക് വലിയ ആടിനെ വിറ്റ ആട്ടിടയൻ, വിൽക്കുന്ന സമയത്ത് ഇടയൻ്റെ ശ്രദ്ധ തെറ്റിച്ച കോത്വാലി എന്നിവരെയെല്ലാം രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവസാനം തൂക്കുകയറിൻ്റെ കുടുക്ക് തൻ്റെ ഉദ്യോഗസ്ഥനായ കോത്വാലിൻ്റെ കഴുത്തിൽ കടക്കുന്നില്ലെന്നറിഞ്ഞ രാജാവ് കുടുക്കിനു പറ്റിയ തല ഉള്ള ആളെ അന്വേഷിക്കുമ്പോഴാണ് അതുവഴി ഗോവർദ്ധനൻ കടന്നു വരുന്നത്. ഗോവർദ്ധനൻ്റെ കഴുത്ത് കുടുക്കിന് ഇണങ്ങിയതാണ് എന്ന ന്യായത്തിൽ അയാളെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. കല്ലുവിൻ്റെ ചുമര് വീണ് ആട് ചത്തതിന് ആരെയെങ്കിലും കഴിവിലേറ്റാതെ നിവർത്തിയില്ല എന്നതാണ് രാജാവിൻ്റെ ന്യായവാദം. അധികാര വ്യവസ്ഥയിൽ ഒരിടത്തും സാധാരണ ഗോവർദ്ധനന്മാർക്ക് നീതി ലഭിക്കുകയില്ലെന്ന സത്യം ചരിത്രത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും വിചാരണ ചെയ്തുകൊണ്ട് ആനന്ദ് സ്ഥാപിക്കുന്നു. ഗോവർദ്ധനൻ ഒളിവിൽ പോകുകയാണ്. ഭൂതകാലത്തേക്ക് അവിടെ നീതി കിട്ടാത്ത അനേകം മനുഷ്യരെ കാണുന്നു. രാഷ്ട്രീയ അധികാരത്തേക്കാൾ കടുത്ത ഭീതി ഉണർത്തുന്നതാണ് മതത്തിൻ്റെ അധികാരമെന്ന് ബോധ്യപ്പെട്ട ഗലീലിയോ, അനീതിക്കെതിരെ പോരാടിയ കെപ്ലർ, അദ്ദേഹത്തിൻ്റെ അമ്മ കാതറിൻ എന്നിവരെ കണ്ടുമുട്ടുന്ന യാത്രയാണ് പിന്നെ ഗോവർദ്ധനൻ്റേത്. ആ യാത്രയിൽ കാളിദാസനെ വിചാരണ ചെയ്യുന്നു. രാജധാനികൾ ഉപേക്ഷിച്ച് അഗ്രഹാരത്തിൻ്റെ ഇടനാഴികളിൽ പാടി നടന്ന ത്യാഗരാജസ്വാമികളെ ആദരിക്കുന്നു. ഗോവർദ്ധനൻ്റെ യാത്ര നീതിയുടെ പാഠമായി മാറുകയും ചെയ്യുന്നു. നീതിയുടെ നിഷേധമാണ് ഗോവർദ്ധനൻ്റെ ജീവിതം. നീതി ഭരണാധികാരികളുടെ ഇംഗിതത്തിനു വിധേയമായി നിശ്ചയിക്കപ്പെടുന്നു. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നതിന് ഗുണമായിട്ടാണ് നിയമം ഉണ്ടാക്കേണ്ടത്. എന്നാൽ നിരപരാധികളെ ശിക്ഷിക്കുന്നതിന് പാകത്തിലാണ് അധികാരികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അഥവാ നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്. അധികാരികളുടെ നിയമം ആരാച്ചാരുടെ നിയമമാണ്. അത് സാധാരണ മനുഷ്യന് നീതി നൽകുകയില്ല. ഈ സത്യമാണ് ഗോവർദ്ധനൻ്റെ ജീവിതം ബോധ്യപ്പെടുത്തുന്നത്.
അധികാരം നിയമങ്ങൾ കൊണ്ട് കെട്ടിവരിഞ്ഞിരിക്കുന്നു. അധികാരം എന്നതിൽ രാഷ്ട്രീയ അധികാരവും മതാധികാരവും ഉൾപ്പെടുമെന്ന് ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നു. മതമാറ്റത്തിലൂടെ ആചാര ഉദ്ധാലകനായി മാറിയ മൊയ്തീനെയും സാവിത്രിയായി മാറിയ സൽമയെയും മതദ്രോഹത്തിൻ്റെ പേരിലാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. സൈനിക കോടതിയാകട്ടെ അവരെ മതാചാര്യന്മാർക്ക് വിട്ടുകൊടുത്താണ് നീതി നിഷേധിച്ചത്. സൽമയെ കല്ലെറിഞ്ഞു കൊന്നത് മതവിധി പ്രകാരവും. മഹാകവി കാളിദാസനെ ആനന്ദ് വിചാരണ ചെയ്യുന്നത് രാജാധികാരത്തിനോട് ചേർന്ന് നിന്നതിനാലാണ്. രാജാക്കന്മാരുടെ വാളിനിരയായവരെ അവരനുഭവിച്ച നീതി നിഷേധത്തെ കാണാതെ പോയ കാളിദാസ ഭാവനയെ ആനന്ദ് വിമർശിക്കുന്നു. കാമാർത്തന്മാരായ രാജാക്കന്മാരുടെ കാമപൂർത്തിയിൽ ഞെരിഞ്ഞമർന്ന അന്തഃപുര സ്ത്രീകളുടെ ലാവണ്യത്തിലല്ല, അവരുടെ കണ്ണീരിലാണ് കവിഭാവന ചെന്നെത്തേണ്ടത്. ത്യാഗരാജസ്വാമികളെ ഉയർത്തി നിർത്തുന്നത് ദരിദ്രനും സംഗീതം പകർന്നു നൽകിയതിനാലാണ്. രാജകൊട്ടാരത്തിലെ സുഖലോലുപതയിലും ദരിദ്രൻ്റെ ഭിക്ഷ സ്വീകരിച്ച മനസ്സിനെ ആദരിക്കുകയാണ് ആനന്ദ് ചെയ്തത്. ദരിദ്രന് നൽകാനുള്ളത് സംഗീതം എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ വിധം നീതിക്കു വേണ്ടിയുള്ള യാത്ര കാലത്തിനതീതമാണെന്ന സത്യം ഗോവർദ്ധനൻ്റെ യാത്രകൾ എന്ന നോവൽ ബോധ്യപ്പെടുത്തുന്നു. ഗോവർദ്ധനൻ തൻ്റെ യാത്രയിലുടനീളം അനീതിക്കെതിരെ പോരാടി, അല്ലെങ്കിൽ അതിനിരയായ മനുഷ്യരെ കാണുന്നു. രാജവാഴ്ചയും കോളനി വാഴ്ചയുമെല്ലാം അവസാനിച്ചുവെങ്കിലും ഇന്നും ഗോവർദ്ധനന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനകീയ ഭരണത്തിൻ്റെ കാലത്തും കൊലക്കയറിന് പാകമുള്ള കഴുത്തു നോക്കി നീതി നടപ്പിലാക്കുന്ന രീതി തുടരുന്നതാണ് ഇന്നും നാം കാണുന്നത്. ആരാച്ചാർ കെ.ആർ. മീര. സമകാലിക സ്ത്രീ എഴുത്തിൻ്റെ അമരത്താണ് കെ.ആർ. മീരയുടെ സ്ഥാനം. 1970 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനനം. കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 2006 വരെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു. 2006 മലയാള മനോരമയിൽ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കെ ജോലി രാജിവച്ചു. സാഹിത്യരചനയിൽ മുഴുകി. 2001 മുതൽ കഥകൾ എഴുതാൻ തുടങ്ങി. മോഹമഞ്ഞ് ആദ്യകാല കഥാസമാഹാരം. ഓർമ്മയുടെ ഞരമ്പ്, ഭഗവാന്റെ മരണം, പെൺ പഞ്ചതന്ത്രവും മറ്റു കഥകളും, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്നിങ്ങനെ ധാരാളം കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആരാച്ചാർ, മീരാ സാധു, ആ മരത്തെയും മറന്നു മറന്നു ഞാൻ, മാലാഖയുടെ മറുകുകൾ, കരിനീല, മീരയുടെ നോവലുകൾ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, യുവദാസിൻ്റെ സുവിശേഷം എന്നിവ നോവലുകൾ. അങ്കണം അവാർഡ്, തോപ്പിൽ രവി സ്മാരക അവാർഡ്, പി. പത്മരാജൻ സ്മാരക അവാർഡ്, വി. പി. ശിവകുമാർ സ്മാരക കേളി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടി. കഥാഖ്യാനത്തിൽ തൻ്റേതായ ഒരു സവിശേഷ ശൈലിയുമായി രംഗപ്രവേശനം ചെയ്ത എഴുത്തുകാരിയാണ് കെ.ആർ. മീര. സ്ത്രീപക്ഷ എഴുത്തിൻ്റെ ശക്തി അവരുടെ എഴുത്തിനെ വേറിട്ടു നിർത്തി. മോഹമഞ്ഞ മുതലുള്ള കഥകളിലെല്ലാം തന്നെ സത്യസന്ധമായ സ്ത്രീ അനുഭവത്തിൻ്റെ ആവിഷ്കാരങ്ങൾ കാണാം. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ കാലങ്ങൾ എത്ര മാറിയാലും സ്ത്രീ അനുഭവങ്ങൾ വലുതായെന്നും മാറുന്നില്ല എന്ന സത്യത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നുണ്ട്. മാലാഖയുടെ മറുകുകൾ, കരിനീല, ആവേ മരിയ തുടങ്ങിയ എല്ലാം തന്നെ സ്ത്രീ അനുഭവത്തിൻ്റെ വ്യത്യസ്തവും ശക്തവുമായ ആവിഷ്കാരമായി മാറുന്നുണ്ട്. സൗമ്യമായി കഥ പറഞ്ഞു തുടങ്ങി പിന്നീട് ചടുല താളത്തിലേക്ക് മാറി സ്ത്രീജീവിതത്തിൻ്റെ ഒരു പകർനാട്ടം നടത്തുന്ന രചനയാണ് മീരാ സാധു. നോവൽ രംഗത്ത് മീരയുടെ വേറിട്ട ശബ്ദം ആദ്യം കേൾപ്പിച്ച കൃതിയായി ഇത് മാറുന്നു. കെ.ആർ. മീരയ്ക്ക് ഒട്ടേറെ അവാർഡുകൾ സമ്മാനിച്ച ആരാച്ചാർ എന്ന കൃതിയിലൂടെ മലയാള നോവൽ സാഹിത്യത്തിൽ തൻ്റേതായ ഒരു ഇടം നിർമ്മിച്ചെടുക്കുന്നു.
വിശാലമായ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന കൃതിയിൽ മീരയുടെ സവിശേഷമായ ശില്പ നിർമ്മാണ കൗശലം കൂടി മേളിച്ചപ്പോൾ ആരാച്ചാർ ഒരു അതുല്യ രചനയായി മാറുന്നു. സാഹിത്യത്തിൽ ഇതുവരെ ആവിഷ്കരിക്കപ്പെടാത്ത സവിശേഷമായ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ ആഖ്യാനമാണ് ആരാച്ചാർ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീ കടന്നു ചെന്നിട്ടുണ്ട് എന്ന് സാമാന്യമായി നാം പറയാറുണ്ടെങ്കിലും അപൂർവം ചില മേഖലകൾ സ്ത്രീക്ക് വിലക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവൾ തന്നെ കടന്നു ചെല്ലാൻ മടിക്കുന്നതോ ആണ്. അത്തരമൊരു തൊഴിലിൻ്റെ മേഖലയിലേക്കാണ് ആരാച്ചാരിലെ നായികയായ 22 വയസ്സുകാരി ചേതന മാലിക് കടന്നു ചെല്ലുന്നത്. തൻ്റെ കുലത്തിലെ ആണുങ്ങൾ പരമ്പരയായി ചെയ്തുകൊണ്ടിരുന്ന ആരാച്ചാരുടെ പണി ഏറ്റെടുക്കാൻ അവൾ തയ്യാറാവുകയാണ്. ക്രിസ്തുവിന് മുൻപ് 400-ലേറെ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ചെയ്തു പോന്ന പാരമ്പര്യ തൊഴിലിൽ ആദ്യമായി ഒരു അംഗീകൃത പെൺ ആരാച്ചാർ ഉണ്ടാകുന്ന ചരിത്ര നിയോഗത്തെ നിറവേറ്റുന്ന ചേതന എന്ന കഥാപാത്രം മലയാള നോവലിൽ സ്ത്രീ ശക്തിയുടെ പുതിയതും ശക്തവുമായ ഒരു സ്വരം കേൾപ്പിക്കുകയാണ്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല ഏറ്റെടുത്ത ശേഷം അത് നിർവഹിക്കുന്നതുവരെയുള്ള കുറച്ചു ദിവസങ്ങളാണ് ഈ നോവലിലെ കാലപരിധിയെങ്കിലും ഭൂതകാലത്തെ സംബന്ധിക്കുന്ന പല ചരിത്രപരമായ സംഭവങ്ങളും ഭാവിയോട് ബന്ധപ്പെട്ട പലതരം വിചാരങ്ങളുമെല്ലാം കൂട്ടിയിണക്കി സങ്കീർണമായ ഒരു ശില്പഘടനയിലാണ് ഈ നോവൽ വാർത്തെടുത്തിരിക്കുന്നത്. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ബൃഹത്തായ ശില്പഗോപുരത്തെയാണ് KR മീരയുടെ ഗഹനമായ നോവൽ അനുസ്മരിപ്പിക്കുന്നത്. അനേകമനേകം കഥാസന്ദർഭങ്ങൾ ആവിഷ്കൃതമായിരിക്കെ തന്നെ അവയൊക്കെയും വാസ്തുശില്പത്തിൻ്റെ സമഗ്രമായ ഭാവലാവണ്യത്തിൽ അവിഭാജ്യമാം വിധം ലയിച്ചു ചേർന്നിരിക്കുകയും ചെയ്യുന്നു. എന്നിങ്ങനെ വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് നൽകിക്കൊണ്ടുള്ള പ്രശസ്തി പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയും അർത്ഥവത്താണ്. ഡോക്ടർ M. ലീലാവതിയും ഈ രചനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ഇതുവരെ മലയാളത്തിൽ ആരും പരിചയിച്ചിട്ടില്ലാത്ത പ്രമേയം, കഥയിലെ നായികയുടെ ഒരു പൂർവികയൊഴികെ ഭൂമിയിൽ ഇന്നേ വരെ മറ്റൊരു സ്ത്രീയും കടന്നു ചെന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ജീവിത മേഖല, മറ്റാരുടെയും ആഖ്യാന ശൈലിയുടെ നിഴൽ വീഴാത്ത കഥാകഥന തന്ത്രം, ഉരുകിത്തിളച്ചുമറിയുന്ന ലോഹദ്രവം ഉള്ളിൽ പേറിക്കൊണ്ട് തണുത്തുറഞ്ഞ പാറപ്പരപ്പുകളെയും ഹിമശൈലത്തെയും പുറമെ വഹിക്കുന്ന ഭൂമി പോലെ വികാരജ്വാലകളെ മൂടിക്കൊണ്ട് നിസ്സംഗതയോടെ വ്യാപരിക്കുന്ന ഭാഷാഘടന, പലതുകൊണ്ടും ആരാച്ചാർ ഒരു അപൂർവ സൃഷ്ടിയാണ്. ചരിത്രത്തെയും മനുഷ്യനെയും മുഖാമുഖം നിർത്തി സമകാലിക ജീവിത സങ്കീർണതകളെ സാർവകാലികമായി രൂപണം ചെയ്യുന്ന നവീന മലയാള നോവലിനെ ശക്തിപ്പെടുത്തുന്ന രചനയാണ് KR മീരയുടെ ആരാച്ചാർ. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ചേതന മാലിക് എന്ന പെൺ ആരാച്ചാരുടെ കഥ പറയുന്ന നോവൽ ആരാച്ചാർ കുടുംബത്തിൻ്റെ ചരിത്രത്തോടൊപ്പം കൊൽക്കത്തയുടെ ചരിത്രത്തെയും ഇഴചേർക്കുന്നു. ഭരണകൂടം, ചരിത്രം, രാഷ്ട്രീയം, കുറ്റം, ശിക്ഷ, ജീവിതം, സ്ത്രീ, പുരുഷൻ, മരണം തുടങ്ങിയ വ്യതിരിക്ത പ്രമേയ ഘടകങ്ങളെ ദാർശനികമായി കൂട്ടിയിണക്കി സമർത്ഥമായി പിരിച്ചെടുക്കുന്ന ആഖ്യാന ഘടനയാണ് നോവലിൻ്റേത്. ഒരു ചരിത്ര നോവലല്ലെങ്കിലും ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമായി ചരിത്രം ആരാച്ചാരിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു. യതീന്ദ്രനാഥ ബാനർജിയുടെ ദയാഹർജി തള്ളിയ മെയ് 18 മുതൽ വധശിക്ഷ നടപ്പിലാക്കിയ ഓഗസ്റ്റ് 14 വരെയുള്ള 3 മാസമാണ് നോവലിലെ കാലം. ഈ കാലത്തിനിടയിൽ ചേതന മാലിക്കിൻ്റെ ജീവിതം കടന്നുപോകുന്ന വഴികളിലെല്ലാം കൊൽക്കത്തയുടെയും മല്ലിക് കുടുംബത്തിൻ്റെയും ചരിത്രത്തെ നാം കണ്ടുമുട്ടുന്നു. ചേതന മാലിക് എന്ന പെൺ ആരാച്ചാരെ രൂപപ്പെടുത്തുന്ന കുടുംബ പാരമ്പര്യത്തിന് ക്രിസ്തുവിന് മുൻപ് 420 വർഷത്തോളം പഴക്കമുണ്ട്. കുടുംബ ചരിത്രത്തിൻ്റെ ഈ
മഹാവൃക്ഷം നിരവധി ശിഖരങ്ങളായി പടർന്നു നിൽക്കുന്നു. നോവൽ സ്വരൂപത്തിൽ നിന്ന് വിഘടിച്ച് സ്വയം പൂർണ്ണമായി നിൽക്കുന്ന കഥകളുടെ ശേഖരം തന്നെ ഇവിടെ കാണാനാകുന്നു. പ്രധാന കഥാഗതിയിൽ ഈ കഥകൾ സാഹചര്യാനുസൃതം ഇടപെടുന്നതായി കാണാം. 49-ാമത്തെ അധ്യായത്തിൽ വധശിക്ഷ തനിയെ നിർവഹിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത ശേഷം ചേതന മാലിക്കിൻ്റെ വിചാരധാര ഇങ്ങനെ നീളുന്നു. കൊല്ലാനുള്ള ത്വര എൻ്റെ കൈവിരലുകളിൽ പതഞ്ഞു. എനിക്കൊരു പുരുഷനെ കൊന്നേ തീരൂ എന്ന് ഞാൻ ശാഠ്യത്തോടെ തീരുമാനിച്ചു. പുരുഷവധത്തിനു വേണ്ടിയുള്ള ഈ സ്ത്രൈണവാഞ്ച നോവലിൽ പലയിടത്തും പ്രകടമാകുന്നു. യതീന്ദ്രനാഥ ബാനർജിയെ തൂക്കിക്കൊല്ലാൻ പര്യാപ്തമായ ആരാചാരായി മാത്രമല്ല, സ്ത്രീത്വത്തെ മുറിവേൽപ്പിച്ച പുരുഷ ശരീരങ്ങളെ മുഴുവൻ തൂക്കി നിർത്താൻ പ്രാപ്തിയുള്ള കഴുമരമായിട്ടാണ് ചേതന മാലിക്കിൻ്റെ സ്ത്രൈണചോദനകൾ പരിണമിക്കുന്നത്. അപമാനിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും അനീതിയുടെ മൊത്ത വിൽപ്പനക്കാരോടും ക്ഷമിക്കാനാകാത്ത പെൺകനൽ വെളിച്ചത്തിൽ നോവൽ ആകമാനം മുങ്ങി നിൽക്കുന്നു. ഇവിടെ ചേതന ഒരു പെൺ കഴുമരമായി രൂപാന്തരപ്പെടുന്നു.